Dear students, computer organization and architecture unit 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഡിസൈൻ. സോ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ, അതേപോലെ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് പറഞ്ഞു. ദെൻ കമ്പ്യൂട്ടർ രജിസ്റ്റേഴ്സ് പറഞ്ഞു, അല്ലെ അതിൻ്റെ 8 ഡിഫറെൻറ്റ് രജിസ്റ്റേഴ്സും അതിൻ്റെ പ്രോപ്പർട്ടീസും ജസ്റ്റ് പറഞ്ഞു പോയി. അതേപോലെ ഈ രജിസ്റ്റേഴ്സിൻ്റെ കണക്ഷൻ, അല്ലെ കോമൺ ബസ് സിസ്റ്റം വെച്ചിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു. അത് വീഡിയോ ആരെങ്കിലും കാണാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ മുകളിൽ ലിങ്കിൽ പോയിട്ട് അതൊന്ന് കാണാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈമിംഗ് ആൻഡ് കൺട്രോൾ, അതേപോലെ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. ഈ രണ്ട് ടോപ്പിക്കാണ്, ചെറിയ രണ്ട് ടോപ്പിക്കാണ്. ഓക്കെ, എന്താണ് ടൈമിംഗ് ആൻഡ് കൺട്രോൾ, അതേപോലെ ഇൻസ്ട്രക്ഷൻ സൈക്കിളും. നമുക്ക് നോക്കാം എന്താണ് ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽ ആയിട്ട്. സോ ഫസ്റ്റ് ടൈമിംഗ് ആൻഡ് കൺട്രോൾ. സോ നമുക്കറിയാം ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു സിങ്ക്രണസ് ഫാഷനിലായിരിക്കും. നമ്മൾ ഓൾറെഡി സിങ്ക്രണസും അസിങ്ക്രണസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. സിങ്ക്രണസ് എന്നാൽ ഒരു കോമൺ ക്ലോക്ക് വെച്ചിട്ട് എല്ലാത്തിനെയും ഒരുമിപ്പിക്കുക. അസിങ്ക്രണസ് എന്നാൽ കോമൺ ക്ലോക്ക് ഉണ്ടാവില്ല. അപ്പം ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്ത് അല്ലെങ്കിൽ രജിസ്റ്റേഴ്സിനെ നമ്മൾ കണക്ട് ചെയ്യുമ്പം അതിനെ എല്ലാം നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു കോമൺ ക്ലോക്ക് പൾസ് കൊടുക്കാറുണ്ട്. നിങ്ങൾ തൊട്ട് മുമ്പ് കോമൺ ബസ് പഠിച്ചപ്പം അവിടെ ആ ഡയഗ്രത്തിൽ കാണാൻ നിങ്ങൾക്ക് എല്ലാ രജിസ്റ്ററിലേക്കും നമ്മൾ എന്ത് പാസ് ചെയ്തിട്ടുണ്ട്, ഒരു കോമൺ ക്ലോക്ക് പാസ് ചെയ്തിട്ടുണ്ട്. അത് ടൈമിംഗ് എന്താ ചെയ്യാനാണ്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ടൈമിംഗ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് the timing for all registers in the basic computer is controlled by a master clock generator. അതായത് രജിസ്റ്റേഴ്സിലേക്കുള്ള എല്ലാ ടൈമിംഗ് സിഗ്നൽസും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാസ്റ്റർ ക്ലോക്ക് ജനറേറ്റർ ഉണ്ട്. ഒരു മാസ്റ്റർ ക്ലോക്ക് നമ്മൾ കീപ്പ് ചെയ്യും ഫോർ ക്ലോക്ക് പൾസിന് വേണ്ടിയിട്ട്, ഫോർ all registers. The clock pulse are applied to all flip-flops and registers in the system, including the flip-flop and register in the control unit. അതായത് ഈ മാസ്റ്റർ ക്ലോക്ക് എന്ന് പോകുന്ന ക്ലോക്ക് പൾസ് വെച്ചിട്ടാണ് നമ്മൾ എൻ്റയർ സിസ്റ്റത്തിനെ സിങ്ക്രണൈസ് ചെയ്യുന്നത്. അതായത് എല്ലാ ഫ്ലിപ്പ്-ഫ്ലോപ്സിലേക്കും രജിസ്റ്ററിലേക്കും ഒക്കെ ഇത് തന്നെയാണ് കൊടുക്കുന്നത്, ഇൻക്ലൂഡിങ് ഫ്ലിപ്പ്-ഫ്ലോപ്സ് ആൻഡ് രജിസ്റ്റർ ഇൻ ദ കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റിനകത്തുള്ള ഫ്ലിപ്പ്-ഫ്ലോപ്പിലേക്കും രജിസ്റ്ററിലേക്കും വരെ ഈ സെയിം ക്ലോക്ക് പൾസ് എന്നാണ് നമ്മൾ സിഗ്നൽ പോകുന്നത്. അതായത് ഒരു മാസ്റ്റർ ക്ലോക്ക് ഉണ്ടാകും, അതിൽ നിന്നാണ് ക്ലോക്ക് പൾസ് പോകുന്നത്. സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. ദ ക്ലോക്ക് പൾസ് ഡു നോട്ട് ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് ദ രജിസ്റ്റർ അൺലെസ് ദ രജിസ്റ്റർ ഈസ് എനേബിൾഡ് ബൈ കൺട്രോൾ സിഗ്നൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഫ്ലിപ്പ്-ഫ്ലോപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ. ഒരു രജിസ്റ്ററിലേക്ക് അതിൻ്റെ ക്ലോക്ക് പൾസ് അപ്രോപ്രിയേറ്റ് ആയി വന്നതുകൊണ്ട് മാത്രം അത് വർക്ക് ചെയ്യില്ല അല്ലേ, എന്തും കൂടെ വേണം. അതിലേക്ക് നമുക്ക് കാണാം എല്ലാത്തിനും ഒരു ഇൻപുട്സ് കൂടെ ഉണ്ട് അല്ലേ, ലോഡ് അല്ലെ ക്ലിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇൻപുട്ടും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൽ ലോഡ് അല്ലെങ്കിൽ ക്ലിയറും കൂടെ എനേബിൾ ആയിട്ട് ക്ലോക്ക് പൾസ് വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ രജിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുള്ളൂ. അല്ലാതെ ഒരു ക്ലോക്ക് പൾസ് മാത്രം വന്നതുകൊണ്ട് ആ രജിസ്റ്റർ വർക്ക് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ക്ലോക്ക് പൾസ് വന്നു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ അറിയാൻ ചാൻസ് കൂടുതലാണ് ഇഫ് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ലോഡ് അല്ലെങ്കിൽ ക്ലിയർ ഇൻക്രിമെൻ്റ് എന്നൊക്കെയുള്ള ഏതെങ്കിലും ഒരു ഇൻപുട്ട് അത് ആക്റ്റീവ് ആണെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ ക്ലോക്ക് പൾസ് വന്നതുകൊണ്ട് മാത്രം മാറില്ല എന്ന് മീനിങ്. So the clock pulse do not change the state of the register unless the register is enabled by the control signal. Okay. Then there are two major types of control organizations. രണ്ട് ടൈപ്പിലാണ് ഈ ടൈമിംഗ് ആൻഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ഉള്ളത്. ഫസ്റ്റ് വൺ ഹാർഡ് വയർഡ് കൺട്രോളും, സെക്കൻഡ് വൺ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോളും. അപ്പോൾ എന്താണ് ഹാർഡ് വയർഡ് കൺട്രോളും എന്താണ് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോളും എന്ന് നമുക്ക് നോക്കാം. ഹാർഡ് വയർഡ്, ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഹാർഡ് വയറിംഗ് ആണ്. അതായത് ഗേറ്റ്സും ഫ്ലിപ്പ്-ഫ്ലോപ്സും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ഈ എന്താ പറയുക മൈക്രോ കൺട്രോളർ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അല്ലെ, കൺട്രോൾ യൂണിറ്റ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ യൂസിങ് വയറിംഗ് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഹാർഡ് വയർഡ്. അതേ സ്ഥാനത്ത് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ഇറ്റ്സ് എ പ്രോഗ്രാംഡ് ആണ്. അവിടെ ഒരു കൺട്രോൾ മെമ്മറി എന്നൊരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, എന്താണോ ഇത് ചെയ്യേണ്ടത്, എങ്ങനെയാണോ കൺട്രോൾ ചെയ്യേണ്ടത് അതിന് അനുസരിച്ചുള്ള മൈക്രോ പ്രോഗ്രാംസ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും, ഫീഡ് ചെയ്ത് കൊടുക്കും. ആ മൈക്രോ പ്രോഗ്രാമിനനുസരിച്ചായിരിക്കും നമ്മുടെ ഈ യൂണിറ്റ് വർക്ക് ചെയ്യുക. സോ ഒന്ന് ഹാർഡ് വയറിംഗ് ആണ്, അത് ഫിസിക്കൽ ഫ്ലിപ്പ്-ഫ്ലോപ്പ് അതുപോലെ ഗേറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നതാണ്. രണ്ടാമത്തത് കൺട്രോൾ മെമ്മറിയിലേക്ക് നമ്മളൊരു പ്രോഗ്രാം ലോഡ് ചെയ്ത് കൊടുക്കും. ആ പ്രോഗ്രാമിന് പറയുന്ന പേരാണ് മൈക്രോ പ്രോഗ്രാം. ആ മൈക്രോ പ്രോഗ്രാമിൽ എന്താണോ നമ്മൾ എഴുതി വെച്ചത് അതിനനുസരിച്ച് അത് വർക്ക് ചെയ്യും. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഹാർഡ് വയർഡ് കൺട്രോൾ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻ ദിസ് ഹാർഡ് വയർഡ് ഓർഗനൈസേഷൻ ദ കൺട്രോൾ ലോജിക് ഈസ് ഇംപ്ലിമെൻറ്റഡ് വിത്ത് ഗേറ്റ്സ്, ഫ്ലിപ്പ്-ഫ്ലോപ്സ്, ഡീകോഡർ ആൻഡ് അതർ ഡിജിറ്റൽ സർക്യൂട്ട്സ്. അതായത് ഇവിടെ എക്സാക്ട്ലി നമ്മളൊരു വയറിംഗ് ചെയ്യുന്ന പോലെ തന്നെ
ഫിസിക്കൽ കോമ്പോണൻ്റ് ആയിട്ടുള്ള ഗേറ്റ്സ്, ഫ്ലിപ്പ് ഫ്ലോപ്സ്, ഡീകോഡർ, അതേപോലെ അതർ ഡിജിറ്റൽ സർക്യൂട്ട് എല്ലാം വെച്ചിട്ട് നമ്മളൊരു ഹാർഡ് വയറിങ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഫോർ കൺട്രോൾ ലോജിക്, ഈ കൺട്രോൾ ലോജിക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ് ക്യാൻ ബി ഒപ്റ്റിമൈസ്ഡ് ടു പ്രൊഡ്യൂസ് ദ ഫാസ്റ്റർ മോഡ് ഓഫ് ഓപ്പറേഷൻ. സോ ഇങ്ങനൊരു സ്പെസിഫിക് വയറിങ് തന്നെ ഒരു കൺട്രോൾ യൂണിറ്റിന് വേണ്ടി ഉള്ളത് കൊണ്ട് ഇവിടെ മോഡ് ഓഫ് ഓപ്പറേഷൻ ഫാസ്റ്റർ ആയിരിക്കും. ഓക്കെ, മാക്സിമം സ്പീഡിൽ നമുക്കത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷേ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്തായിരിക്കും, ഈ ഡിസൈനിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ എൻ്റയർ വയറിങ് ആദ്യം തൊട്ട് പിന്നെയും ചെയ്യേണ്ട ആവശ്യം വരും. അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. ഓക്കെ, സോ ഇറ്റ് റിക്വയർസ് ചേഞ്ച് ഇൻ ദ വയറിങ് എമംഗ് വേരിയസ് കോമ്പോണൻറ്റ് ഇഫ് ദ ഡിസൈൻ ഹാസ് ടു ബി മോഡിഫൈഡ്. സോ അതിൻ്റെ ഡ്രോബാക്ക് ആണ്. നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച്, ഡിസൈനിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ആ ചേഞ്ചിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, എൻ്റയർ വയറിങ്ങിനെ മാറ്റേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്നാൽ ഇറ്റ് ഈസ് ഫാസ്റ്റർ മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ്. ഓക്കെ, സോ ഇതാണ് ഹാർഡ് വയർഡ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് പോകാൻ നമുക്ക് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു മൈക്രോ പ്രോഗ്രാം സ്റ്റോർ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ സ്റ്റോർ ചെയ്യുക ചെയ്യുന്നത്. ആ മൈക്രോ പ്രോഗ്രാമിനനുസരിച്ചിട്ടാണ് നമ്മുടെ വർക്കിംഗ്. ഇൻ ദ മൈക്രോ പ്രോഗ്രാംഡ് ഓർഗനൈസേഷൻ ദ കൺട്രോൾ ഇൻഫർമേഷൻ ഈസ് സ്റ്റോർഡ് ഇൻ എ കൺട്രോൾ മെമ്മറി. സോ മൈക്രോ പ്രോഗ്രാമിൽ കൺട്രോൾ ഇൻഫർമേഷൻ, നമുക്ക് എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യേണ്ട ഇൻഫർമേഷൻ ഉള്ളത് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യും? കൺട്രോൾ മെമ്മറി. അപ്പോൾ പേരൊന്ന് ഓർത്ത് വെക്കുക. ചില എക്സാമിന് ഈ വൺ വേർഡ് കൺട്രോൾ മെമ്മറി, വാട്ട് ഈസ് മീൻ ബൈ കൺട്രോൾ മെമ്മറി എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, കൺട്രോൾ മെമ്മറി എന്ന് പറഞ്ഞാൽ മൈക്രോ പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെമ്മറിക്കാണ് നമ്മളെന്ത് പറയുന്നത്? കൺട്രോൾ മെമ്മറി. അത് ചില എക്സാമിന് വൺ വേർഡ് ചോദിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, നോട്ട് ചെയ്ത് വെക്കുക അത്. ഓക്കെ, ഇൻ ദി കൺട്രോൾ മെമ്മറി, ദ കൺട്രോൾ മെമ്മറി ഈസ് പ്രോഗ്രാംഡ് ടു ഇനിഷ്യേറ്റ് ദ റിക്വയർഡ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ. ഈ കൺട്രോൾ മെമ്മറീൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും? പ്രോഗ്രാം ചെയ്ത് വെക്കും. നമുക്ക് എന്താണോ അല്ലെങ്കിൽ എങ്ങനെയാണോ നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള പ്രോഗ്രാംസ് നമ്മൾ ഈ കൺട്രോൾ മെമ്മറിയിലേക്ക് പ്രോഗ്രാം ചെയ്ത് വെക്കും, സ്റ്റോർ ചെയ്ത് വെക്കും. സോ ആ പ്രോഗ്രാമിനനുസരിച്ചായിരിക്കും ഈ എൻ്റയർ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ്. ഇഫ് ദ ഡിസൈൻ ഈസ് മോഡിഫൈഡ് ദ മൈക്രോ പ്രോഗ്രാം ഇൻ കൺട്രോൾ മെമ്മറി ഹാസ് ടു ബി അപ്ഡേറ്റഡ്. സോ ഇവിടെ നേരത്തെ അപേക്ഷിച്ച് ഹാർഡ്വെയറിനെ അപേക്ഷിച്ചൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ എൻ്റയർ വയറിങ് നമ്മൾ മാറ്റണം, അല്ലേ? പക്ഷെ ഇവിടെ എന്തില്ല, എൻ്റയർ വയറിങ്ങിൽ ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. എന്തെങ്കിലും ഡിസൈൻ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ എവിടെ മാത്രം ചേഞ്ച് ചെയ്താൽ മതി, അത് ആ പ്രോഗ്രാം മാത്രം ജസ്റ്റ് കൺട്രോൾ മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് മൈക്രോ പ്രോഗ്രാംസിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്താൽ ന്യൂ ഡിസൈനിലേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി അഡാപ്റ്റ് ആയിക്കോളും. സോ അതൊരു അഡ്വാൻറ്റേജ് ആണ് ഇതിൻ്റെ. സോ ഇത്രയാണ് ഈ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോളിൽ രണ്ട് സാധനം, ഹാർഡ്വെയർഡും മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോളും. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെറിയൊരു എക്സാമ്പിളാണ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ്. ഇത് എസ്എ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ദ കൺട്രോൾ യൂണിറ്റ് ഫോർ എ ബേസിക് കമ്പ്യൂട്ടർ. ഒരു ബേസിക് കമ്പ്യൂട്ടറിൻ്റെ കൺട്രോൾ യൂണിറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് ഒരു വിത്ത് ഡയഗ്രാം അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം നിങ്ങൾ. ഞാൻ ഡയഗ്രാം ഒരു ബ്രീഫ് എക്സ്പ്ലനേഷന് മാത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ പറയും, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഇതാണ് ഈ ഡയഗ്രാം. ഇറ്റ് ഈസ് ആൻ ഹാർഡ്വെയർ കൺട്രോൾ ഓർഗനൈസേഷൻ ആണ്, ഹാർഡ് വയർഡ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് യൂണിറ്റിൽ ഹാർഡ്വെയർഡും മൈക്രോ പ്രോഗ്രാമും ഉണ്ടായിരുന്നു. അതിൽ ഹാർഡ്വെയർഡ് കൺട്രോൾ യൂണിറ്റ് ഓർഗനൈസേഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. ആദ്യം ഈ ഫിഗർ ഒന്ന് നോക്കുക നിങ്ങൾ, അല്ലേ? കാണുമ്പോൾ വലിയ ഫിഗർ പോലെ തോന്നും, പക്ഷേ ഒന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കാണാതെ തന്നെ വരയ്ക്കാൻ പറ്റും. ഇവിടെ എന്തൊക്കെ കോമ്പൗണ്ട്സ് ആണുള്ളത്? ഒന്ന് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, അല്ലേ? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്താണെന്ന് നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു. എന്താ ഉണ്ടാവുക? കറൻ്റ്ലി റൺ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എന്താണോ അതിനെ കീപ്പ് ചെയ്യാനൊരു മെമ്മറി ആവശ്യമുണ്ട്, അല്ലേ? രജിസ്റ്റർ ആവശ്യമുണ്ട്. ആ രജിസ്റ്ററാണ് എന്ത് പറയുന്നത്? IR, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. 16 ബിറ്റ് ലോങ് ആണ്, അല്ലേ? അതിവിടെ അപ്പം ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലാണ് നമുക്ക് ഇപ്പം എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ എന്താണോ ഉള്ളത് അത് ഇവിടെ ഉണ്ടാകും, 16 ബിറ്റ്. പിന്നെ ഇവിടെ ഉള്ളത് ഒരു 3 to 8 ഡീകോഡറാണ്, അല്ലേ? ഈ 3 to 8 ഡീകോഡറാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഡ്യൂട്ടി എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്പ് കോഡിൻ്റെ ഭാഗം, അല്ലേ? തൊട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ് ഓപ്പ് കോഡും ഓപ്പറൻറ്റും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? ഓപ്പ് കോഡിൻ്റെ ഭാഗമാണ് ഈ 12, 13, 14 ബിറ്റ്, അല്ലേ? ഓപ്പ് കോഡ് എന്ന് പറഞ്ഞാൽ എന്ത് ഓപ്പറേഷനാണോ നമുക്ക് ചെയ്യേണ്ടത് അത് സ്പെസിഫൈ ചെയ്യുന്ന ഭാഗമാണ് എന്ത്?
ഓപ്പ് കോഡ് ഇല്ല, ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഓപ്പ് കോഡും ഓപ്പറൻറ്റും. 12, 13, 14 ബിറ്റാണ് ഓപ്പ് കോഡിൻ്റെ ഭാഗം. അവിടെ നമ്മൾ എന്ത് ചെയ്യും, എന്താണോ നമുക്ക് ചെയ്യേണ്ട ഓപ്പറേഷനെ അതിന് കോഡ് ചെയ്ത് വെക്കുന്നുണ്ടോ ബൈനറിയിൽ 3 ബിറ്റ്സ് ആയിട്ട്. സോ അതിനെ ഡീകോഡ് ചെയ്യണം, അതായത് നമുക്ക് മനസ്സിലാവണം എന്ത് കോഡാണ് ഉള്ളതെന്ന് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ട് ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 to 8 ഡീകോഡ് ഇവിടെയുണ്ട്. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് D0 മുതൽ D7 വരെയാണ്. D0, D1, D2, D3 അങ്ങനെ D7 വരെയാണ്. ഈ D0ക്കും D1നും D2 ഓരോന്നിനും വേറെ വേറെ ഓപ്പറേഷനാണ്. സപ്പോസ് D0 മീൻസ് ആൻഡ് ഓപ്പറേഷനാണ് വിചാരിക്കുക, D1 ആഡ് ആയിരിക്കും, D2 നെഗേഷൻ ആയിരിക്കും, D3 നാൻഡ് ആയിരിക്കാം. അതിവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല, പക്ഷേ അങ്ങനെയാണ്. അതായത് D0 മുതൽ D7 വരെയുള്ള 8 ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, സ്പെസിഫൈ ചെയ്യാൻ പറ്റും ഫ്രം ദിസ് ഓപ്പ് കോഡ്. അപ്പോൾ അതിനാണ് ഇവിടെ ഒരു ഡീകോഡർ. പിന്നെ ഇവിടെ ഉള്ളത് ഒരു ഫ്ലിപ്പ് ടോപ്പ് ആണ്. ഇത് ഫ്ലിപ്പ് ടോപ്സ് എന്ന് പറയും. അത് നമ്മൾ 15th ബിറ്റ്, ഒരു ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ 15th ബിറ്റിനെ മാപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഫ്ലിപ്പ് ടോപ്സ് ഉണ്ട് അല്ലേ. ഫ്ലിപ്പ് ടോപ്സ് ഈ 15th ബിറ്റ് എന്ന് പറഞ്ഞാൽ അഡ്രസ്സിംഗ് മോഡ് കാണിക്കാനാണ്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 15th ബിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അത് നേരെ ഫ്ലിപ്പ് ടോപ്പിലേക്ക് പാസ് ചെയ്യും. അത് നേരെ അത് എവിടേക്ക് പോകും, കൺട്രോൾ ലോജിക് ഗേറ്റ്സ് അല്ലേ, കൺട്രോൾ ലോജിക് ഗേറ്റ്സിലേക്കാണ് ഇത് പോകുന്നത്. അതേപോലെ ഈ 3 to 8 ഡീകോഡറിൻ്റെ ഔട്ട്പുട്ട് നേരെ കണക്ട് ചെയ്ത് എവിടേക്കാണ്, ഈ കൺട്രോൾ ലോജിക് ഗേറ്റ്സിലേക്കാണ്. ദെൻ ഇവിടെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നമ്മുടെ 0 മുതൽ 11 വരെയുള്ള ഓപ്പറൻറ്റിൻ്റെ ഭാഗം അല്ലേ, അതാണ് ഈ 12 ബിറ്റ്. 0 മുതൽ 11 വരെയുള്ള 12 ബിറ്റ്സിനെ ഓപ്പറൻറ്റിൻ്റെ ഭാഗം നമ്മൾ നേരിട്ട് എവിടേക്ക് പാസ് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ലോജിക് ഗേറ്റ്സിലേക്ക് പാസ് ചെയ്യും. സോ ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്നുള്ള എല്ലാത്തിനെയും നമ്മൾ എവിടേക്ക് പാസ് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ലോജിക് ഗേറ്റ്സിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. 0 മുതൽ 11 വരെയുള്ള ഓപ്പറൻറ്റിൻ്റെ ഭാഗം നേരിട്ട് പാസ് ചെയ്യും. 12, 13, 14 ബിറ്റ് ആയിട്ടുള്ള ഓപ്പ് കോഡിൻ്റെ ഭാഗം നമ്മൾ ഡീകോഡ് ചെയ്തിട്ടാണ് പാസ് ചെയ്യുന്നത്. അത് ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു 3 to 8 ഡീകോഡ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ 15th ബിറ്റിനെ നമ്മളൊരു ഫ്ലിപ്പ് ടോപ്പിലേക്ക് പാസ് ചെയ്യും. അത് അഡ്രസ്സിംഗ് മോഡ് കാണിക്കാനാണ്. അതിനെ നേരെ പിന്നെ എവിടേക്ക് പാസ് ചെയ്യും, കൺട്രോൾ ലോജിക് ഗേറ്റ്സിലേക്ക് പാസ് ചെയ്യും. അതേപോലെ ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം ഒരു സീക്വൻസ് കൗണ്ടർ അല്ലേ. സീക്വൻസ് കൗണ്ടേഴ്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൗണ്ട് ചെയ്ത് പോകാൻ വേണ്ടി 0, 1, 2, 3, 4 എന്ന് കൗണ്ട് ചെയ്ത് പോകാനാണ്. അതിന് 3 ഇൻപുട്ട് ഉണ്ട്, ക്ലോക്ക്, ക്ലിയർ, INR മീൻസ് ഇൻക്രിമെൻറ്റ്. ക്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്ലോക്ക് പൾസ് ആണ്. ക്ലിയർ എന്ന് പറഞ്ഞാൽ 0ലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇൻക്രിമെൻ്റ് എന്നാൽ 1 വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യാം. സോ ഇറ്റ്സ് എ 4 ബിറ്റ് ഔട്ട്പുട്ട് ആണ്, 4 ബിറ്റ് ആണ് ഇതിലുണ്ടാവുക. സോ 0, 0, 0 മുതൽ 1, 1, 1, 1 വരെയുള്ള, അതായത് എത്ര വരും വാല്യൂസ്, 15th എന്നുള്ള വാല്യൂ വരെ വരും. അപ്പം അത് നേരെ നമ്മൾ കണക്ട് ചെയ്ത് എവിടേക്കാണ്, ഒരു 4 to 16 സീക്വൻസ് ഡീകോഡറിലേക്കാണ്. സോ ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ടൈമിംഗ് സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ടൈമിംഗ് സിഗ്നലും കൂടെ വന്നാലേ നമ്മൾ ഇതിൽ മൊത്തം വർക്കിംഗ് നടക്കുകയുള്ളൂ അല്ലേ, കൺട്രോൾ ലോജിക് ഗേറ്റ്സ് വർക്ക് ചെയ്യുള്ളൂ. സോ ടൈമിംഗ് സിഗ്നലും കൂടെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സീക്വൻസ് കൗണ്ടർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ടൈമിംഗ് സിഗ്നലിൽ 4 ഇൻപുട്ടുള്ള ഡീകോഡർ ആയതുകൊണ്ട് 16 ഔട്ട്പുട്ട് ഉണ്ട്. സോ T0 മുതൽ T15 വരെയുള്ള 16 ടൈമിംഗ് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത് കേപ്പബിളാണ്. അതായത് സപ്പോസ് SSCൻ്റെ വാല്യൂ, സീക്വൻസ് കൗണ്ടറിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ടൈമിംഗ് സിഗ്നൽ T0 ആയിരിക്കും. സീക്വൻസ് കൗണ്ടറിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ടൈമിംഗ് സിഗ്നൽ 1 ആയിരിക്കും. സോ അങ്ങനെ പോകും ഈ ടൈമിംഗ് സിഗ്നൽ. സോ ഈ ടൈമിംഗ് സിഗ്നൽ നമ്മൾ എവിടേക്കാണ് കണക്ട് ചെയ്തത്, ഈ കൺട്രോൾ ലോജിക് ഗേറ്റ്സിലേക്കാണ് അല്ലേ. സോ ഈ കൺട്രോൾ ലോജിക് ഗേറ്റ്സിലേക്ക് പിന്നെന്ത് വരുന്നുണ്ട്, അതർ ഇൻപുട്ട്സ്. അതായത് യൂസർ എന്തെങ്കിലും ഇൻപുട്ട്സോ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ എവിടേക്ക് വരും, ഈ കൺട്രോൾ ലോജിക് ഗേറ്റ്സിലേക്ക് വരും അല്ലേ. ഇപ്പം ഈ കൺട്രോൾ ലോജിക് ഗേറ്റ്സ് വെച്ചിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് എന്താണോ ഓപ്പറേഷൻസ് നടക്കേണ്ടത് അത് ഇവിടെ വെച്ച് നടക്കും. ആ ഓപ്പറേഷൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കൺട്രോൾ ഔട്ട്പുട്ടായിട്ട് കിട്ടും. സോ ഇതാണ് ഒരു ഹാർഡ് വയേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ ഒരു ബേസിക് കമ്പ്യൂട്ടറിൻ്റെ ഡിസൈൻ ഹാർഡ് വയർഡ് കൺട്രോൾ ആണ്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് വയറിംഗ് തന്നെ ഓരോന്നിനും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ മൈക്രോ പ്രോഗ്രാം ഒന്നും യൂസ് ചെയ്യുന്നില്ല നമ്മൾ. ഇറ്റ് ഈസ് ആൻ ഹാർഡ് വയർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ. സ്ഥിരമായിട്ട് എക്സാമിന് ഇത് ചോദിക്കാറുണ്ട്. മോസ്റ്റ് എക്സാമിനും ഇത് ചോദിച്ചിട്ടുണ്ട്. ദ കൺട്രോൾ യൂണിറ്റ് ഫോർ ദി ബേസിക് കമ്പ്യൂട്ടർ അത്രയേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഹാർഡ് വയർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ കോമ്പൗണ്ട്സ് നോക്കുക, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ അല്ലേ, അതിൻ്റെ ഓരോ പാർട്ടിനെയും നമ്മൾ കൺട്രോൾ ലോജിക് ഗേറ്റ്സിലേക്ക് പാസ് ചെയ്യണം. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നത്. ഓപ്പറൻറ്റിൻ്റെ ഭാഗത്തിന് 0 മുതൽ 11 വരെയുള്ള ബിറ്റിനെ നേരിട്ട് പാസ് ചെയ്യും. 12, 13, 14 ബിറ്റിനെ നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കണം. അത് ഓപ്പ് കോഡിൻ്റെ ഭാഗമാണ്. അതിന് വേണ്ടിയിട്ട് ഡീകോഡർ ഉപയോഗിക്കും, 3 to 8 ഡീകോഡർ ഉപയോഗിക്കും. അതിൻ്റെ ഔട്ട്പുട്ട് D0 മുതൽ D7 വരെയാണ്. 8 ഓപ്പറേഷൻസ് പോസിബിൾ ആണ് അവിടെ. അതിന് നേരെ കൺട്രോൾ ലോജിക് ഗേറ്റ്സിലേക്ക് പാസ് ചെയ്യും. 15th ബിറ്റിനെ അഡ്രസ്സിംഗ് മോഡാണ്. അതിനെ ഒരു ഫ്ലിപ്പ് ടോപ്പിലേക്ക് പാസ് ചെയ്തിട്ട് നമ്മൾ നേരെ ലോജിക് ഗേറ്റ്സിലേക്ക് പാസ് ചെയ്യും. ദെൻ
അതേപോലെ ഒരു സീക്വൻസ് കൗണ്ടർ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇൻപുട്ടുകൾ ക്ലോക്ക്, ക്ലിയർ, ഇൻക്രിമെൻ്റ് ആണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇതൊരു 4 ബിറ്റ് സീക്വൻസ് കൗണ്ടറാണ്. സോ അത് നേരെ പോകുന്നത് ഒരു സീക്വൻസ് ഡീകോഡറിലേക്കാണ്, 4 to 16 സീക്വൻസ് ഡീകോഡറിലേക്കാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ടൈമിംഗ് സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 16 ഡിഫറെൻറ്റ് ഔട്ട്പുട്ട് ഉള്ളതുകൊണ്ട് T0 മുതൽ T15 വരെയുള്ള 16 ടൈമിംഗ് സിഗ്നൽസ് നമുക്കിവിടെ പോസിബിളി ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈമിംഗ് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്. T0 എന്താ നടക്കുന്നു, T1 എന്ത് നടക്കുന്നു, T2 എന്ത് നടക്കുന്നു എന്നുള്ളത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് മൈക്രോ ഓപ്പറേഷനൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈമിംഗ് സിഗ്നൽ. സോ ഇതിനെല്ലാം കൂടെ കൺട്രോൾ ലോജിക് ഗേറ്റ്സിലേക്ക് വരും. അവിടെ അതർ ഇൻപുട്ട്സ്, യൂസർ എന്തെങ്കിലും സ്പെസിഫിക് ഇൻപുട്ടും കൂടെ കൊടുക്കാനുണ്ടെങ്കിൽ അതും കൂടെ വരും. ഇതെല്ലാം ഇവിടെ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യും. അതിന് നമുക്കൊരു കൺട്രോൾ ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് ഒരു കൺട്രോൾ യൂണിറ്റ് ഓഫ് എ ബേസിക് കമ്പ്യൂട്ടർ. ഈസി ആണല്ലോ. അപ്പം ഈ ഡയഗ്രാം നോക്കണം. ഈ ഡയഗ്രാം ഒന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കാണാതെ എവിടെ നിന്ന് വരയ്ക്കാൻ പറ്റും. അതിനുശേഷം ചെറിയൊരു എക്സ്പ്ലനേഷനും കൊടുക്കണം. ഒരു എസ്സേക്ക് 8 മാർക്കിന് അല്ലെങ്കിൽ 10 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്, തെറ്റാതെ വരയ്ക്കുക. അതിന് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ കോമ്പോണൻസ് ആണല്ലോ എഴുതുക, ഇതിനെ ഒരു ഓവറോൾ വർക്കിംഗ് കൂടെ എഴുതുക. അങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, സോ അതിൻ്റെ ഒരു ബേസിക് ഓപ്പറേഷനാണ് ഞാൻ ഇവിടെ വളരെ ബ്രീഫായിട്ട് മാത്രമേ കൊടുത്തത്. ഇറ്റ് ഹാസ് 2 ഡീകോഡർ അല്ലേ, ഒരു 3 to 8 ഡീകോഡറും ഒരു 4 to 16 ഡീകോഡറും. എ സീക്വൻസ് കൗണ്ടർ നിങ്ങൾക്ക് കാണാം, ഒരു 4 ബിറ്റ് സീക്വൻസ് കൗണ്ടർ ഉണ്ട്. ആൻഡ് എ നമ്പർ ഓഫ് കൺട്രോൾ ലോജിക് ഗേറ്റ്സ്. ഇൻസ്ട്രക്ഷൻ റീഡ് ഫ്രം മെമ്മറി ഈസ് പ്ലേസ്ഡ് ഇൻ IR രജിസ്റ്റർ. നമ്മൾ ഓൾറെഡി കണ്ടു. IR രജിസ്റ്ററിലാണ് നമ്മൾ കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷനെ വെച്ചിട്ടുള്ളത്. ദി ഓപ്പ് കോഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ IR 12 to 14 bits, അതായത് 12, 13, 14 bits ആർ ഡീകോഡഡ് വിത്ത് എ 3 to 8 ഡീകോഡർ. The 8 output of decoder is named as D0 to D7. D0, D1, D2, D3, D7 വരെ. Bit 15 is passed to a flip-flop I in figure. Bit 0 to 11 passed to control logic gates. Directly pass ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. A 4-bit sequence counter can count up to 15. The output of the counter can be decoded into 16 timing signal. 16 timing signal നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. T0 മുതൽ T15 വരെയുള്ള ബൈ എ 4 to 16 ഡീകോഡർ. ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണെന്നുള്ളത്. SC can be incremented 0 to 15 or cleared to 0. സോ സീക്വൻസ് കൗണ്ടറിൻ്റെ വാല്യൂ 0 മുതൽ 15 വരെ പോകും. അല്ലെങ്കിൽ അത് ഇൻക്രിമെൻ്റ് ചെയ്ത് പോകാൻ പറ്റും. നമുക്ക് 15 വരെ മാക്സിമം, അല്ലെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് 0ലേക്ക് വരുത്താനും പറ്റും. സോ വെൻ സീക്വൻസ് കൗണ്ടർ is equal to 0, നെക്സ്റ്റ് ആക്റ്റീവ് സിഗ്നൽ ഈസ് T0. സീക്വൻസ് കൗണ്ടർ 1 ആണെങ്കിൽ ആക്റ്റീവ് സിഗ്നൽ 1, അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടൈമിംഗ് ആൻഡ് കൺട്രോളിൽ. അതേപോലെ ദ കൺട്രോൾ യൂണിറ്റ് ഓഫ് എൻ ബേസിക് കമ്പ്യൂട്ടർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇൻസ്ട്രക്ഷൻ സൈക്കിളാണ്. ഇത് ഒറ്റ സ്ലൈഡിലുള്ള ചെറിയ ടോപ്പിക്കാണ്. എന്താണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ? ഓക്കെ, എ പ്രോഗ്രാം ഈസ് എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർഡ് ഇൻ മെമ്മറി. നമുക്കറിയാം പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർഡ് ഇൻ മെമ്മറി ആണ്. ദ പ്രോഗ്രാം ഈസ് എക്സിക്യൂട്ടഡ് ഇൻ ദ കമ്പ്യൂട്ടർ ബൈ ഗോയിങ് ത്രൂ എ സൈക്കിൾ ഫോർ ഈച്ച് ഇൻസ്ട്രക്ഷൻ ഇൻ മോസ്റ്റ് കേസസ്. അല്ലേ, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ എ സൈക്കിൾ, അല്ലേ, ത്രൂ എ സൈക്കിൾ ഫോർ ഈച്ച് ഇൻസ്ട്രക്ഷൻ. ഒരു റിപ്പീറ്റഡ് പ്രോസസ്സാണ് എപ്പോഴും അവിടെ നടക്കുന്നത്. ആ പ്രോസസ്സ് എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ ഇൻസ്ട്രക്ഷൻ സൈക്കിളായിട്ട് പറയുന്നത്. സോ ഈച്ച് ഇൻസ്ട്രക്ഷൻ ഇൻ ടേൺസ് ഈസ് സബ് ഡിവൈഡഡ് ഇൻ ടു എ സീക്വൻസ് ഓഫ് സൈക്കിൾ ഓർ ഫേസസ്. സോ ഇൻസ്ട്രക്ഷൻ സൈക്കിളിൻ്റെ ഫേസുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം ഫെച്ച് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി. സോ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ്. ഒരു റിപ്പീറ്റഡ് എല്ലാ ഇൻസ്ട്രക്ഷനും ഈ സ്റ്റേജിൽ കൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്, ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഇതിന് 4 സ്റ്റെപ്പാണ് ടോട്ടലുള്ളത്. അത് ഫസ്റ്റ് സ്റ്റെപ്പ് ഫെച്ച് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി. നമുക്കറിയാം ഇൻസ്ട്രക്ഷൻസ് എല്ലാം എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക? മെമ്മറിയിലാണ് ഉണ്ടാവുക. ആ മെമ്മറിയിൽ നിന്ന് ഇപ്പം എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്ത് ചെയ്യും? റീഡ് ചെയ്യണം. അതിനാണ് നമ്മൾ എന്ത് പറയുക? ഫെച്ച് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി. ദെൻ ഡീകോഡ് ദ ഇൻസ്ട്രക്ഷൻ. സോ ആ മെമ്മറി ഇൻസ്ട്രക്ഷനെ എടുത്തിട്ട് നമ്മൾ അവിടെ IRൽ എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് വെക്കും. ദെൻ അത് നമ്മൾക്ക് എന്ത് ചെയ്യണം? ഡീകോഡ് ചെയ്യണം. കാരണം അത് ഒരു ബൈനറി കോഡിനാണുള്ളത്. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡീകോഡർ ഉപയോഗിച്ചിട്ട് അതിനെ ഡീകോഡ് ചെയ്തെടുക്കും. സോ ഡീകോഡ് ദി ഇൻസ്ട്രക്ഷൻ. തേർഡ്, റീഡ് ദ എഫക്റ്റീവ് അഡ്രസ് ഫോർ മെമ്മറി ഇഫ് ദ ഇൻസ്ട്രക്ഷൻ ആസ് ആൻ ഇൻഡയറക്റ്റ് അഡ്രസ്. സോ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ഓപ്ഷനിലാണ്, എല്ലാ കേസിലും ഉണ്ടാവില്ല. ഇൻ കേസ് നമ്മൾ കൊടുക്കുന്ന മെമ്മറി അഡ്രസ്സ് ഇൻഡയറക്റ്റ് ആണെന്ന് വിചാരിക്കാം. ഞാൻ 2 ടൈപ്പിൽ മെമ്മറി അഡ്രസ്സ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് മെമ്മറി അഡ്രസ്സിങ്ങും രണ്ടാമതൊരു ഇൻഡയറക്റ്റ് മെമ്മറി അഡ്രസ്സിങ്ങും. സോ ഇൻഡയറക്റ്റ് മെമ്മറി അഡ്രസ്സിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് കാണേണ്ടി വരും? എഫക്റ്റീവ് അഡ്രസ്സ് കാണേണ്ടി വരും. അതാണ് 3ാമത്തെ സ്റ്റെപ്പ്.
ദെൻ ഫോർത്ത് സ്റ്റെപ്പ് എക്സിക്യൂട്ട് ദ ഇൻസ്ട്രക്ഷൻ. ആ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുക. സോ ഇതാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിളിലെ 4 ഡിഫറെൻറ്റ് ഫേസസ്. എക്സാമിന് ഒരു ഷോർട്ട് എസ്സേ ഒക്കെ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള സെയിം പ്രോസസ്സുകളാണ്, സെയിം ഫേസുകളിലൂടെയാണ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം പാസ് ചെയ്ത് പോകുന്നത്. ആ ഫേസുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. 4 ഫേസാണുള്ളത്. ഒന്ന് ഫെച്ച് ദ ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യുക, റീഡ് ചെയ്തെടുക്കുക. ദെൻ ഡീകോഡ് ദ ഇൻസ്ട്രക്ഷൻ, അതൊരു ബൈനറി കോഡിലാണ് ഉണ്ടാവുക, അതിനെ ഡീകോഡ് ചെയ്തെടുക്കണം. ദെൻ തേർഡ്, റീഡ് ദ എഫക്റ്റീവ് അഡ്രസ് ഇഫ് ദ മെമ്മറി ഈസ് ഇൻസ്ട്രക്ഷൻ ആസ് ഇൻഡയറക്റ്റ് അഡ്രസ്. ഇൻഡയറക്റ്റ് അഡ്രസ് ആണ് നമുക്ക് മെമ്മറിയിൽ തന്നതെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് തേർഡ് സ്റ്റെപ്പ്. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ഈസ് എക്സിക്യൂട്ട് ദ ഇൻസ്ട്രക്ഷൻ. സോ ഒരു ഇൻസ്ട്രക്ഷൻ എടുക്കും, ഡീകോഡ് ചെയ്യും, എഫക്റ്റീവ് അഡ്രസ് ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അടുത്ത ഇൻസ്ട്രക്ഷൻ എടുക്കും, ഡീകോഡ് ചെയ്യും, എഫക്റ്റീവ് അഡ്രസ് ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യും ആൻഡ് എക്സിക്യൂട്ട്. ഇതാണ് ഈ പ്രോസസ്സ്. ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്, ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് സൈക്കിൾ റിപ്പീറ്റ് ഇൻഡെഫിനിറ്റ്ലി അണ്ടിൽ എ ഹാൾട്ട് ഇൻസ്ട്രക്ഷൻ ഈസ് എൻകൗണ്ടേർഡ്. നമ്മളൊരു ഹാൾട്ട്, അതായത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് വരെ ഈ പ്രോസസ്സ്, ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. ഒരു ഇൻസ്ട്രക്ഷൻ എടുക്കും, അത് ഡീകോഡ് ചെയ്യും, എഫക്റ്റീവ് അഡ്രസ് ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അടുത്തതെടുക്കും, സെയിം പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. എത്ര വരെ, അൺലെസ് എ ഹാൾട്ട് ഇൻസ്ട്രക്ഷൻ എൻകോഡ്, ഒരു ഹാൾട്ട് ഇൻസ്ട്രക്ഷൻ കിട്ടുന്നവരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇതിനെയാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറഞ്ഞ പോലെ ഷോർട്ട് എസ്സേ ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് ഇത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ചെറിയ 2 ടോപ്പിക്കാണ്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ എസ്സേ ഒക്കെ ചോദിക്കുന്ന ഭാഗമാണ് ആ കൺട്രോൾ ലോജിക്കിൻ്റെ ഭാഗങ്ങളൊക്കെ. അപ്പം ഹാർഡ്വെയർഡും മൈക്രോ പ്രോഗ്രാമർ എന്താണെന്ന് പറഞ്ഞു. ദെൻ ഹാർഡ്വെയർഡ് ഒരു എക്സാമ്പിൾ നമ്മൾ വിത്ത് ഡയഗ്രാം ഒക്കെ പറഞ്ഞു. ദെൻ ഇൻസ്ട്രക്ഷൻ സൈക്കിളും പറഞ്ഞു. അപ്പം ഇത്രയും പറഞ്ഞത് നല്ലപോലെ നോക്കുക, നോട്ട്സ് വളരെ കറക്റ്റായിട്ട് എഴുതിയെടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ബാക്കി പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.